പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം അനിയൻകുട്ടൻ ഉടനെ തന്നെ സ്വബോധത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒടുവിൽ അവൻ കണ്ണു തുറന്നു. വിക്രമിനെയും വേദയും കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പള്ളിമേടയിലേക്ക് ഓടിയെത്തി. അവിടെ ചെല്ലുമ്പോൾ അനിയൻകുട്ടൻ ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും ഈ കരച്ചിൽ എന്ന കാര്യം അവർക്കാദ്യം പിടികിട്ടിയില്ല. വേദയും വിക്രമിനെയും മുന്നിൽ കണ്ടതോടുകൂടി തന്നെ അനിയൻകുട്ടൻ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. വിക്രം വേഗം ചെന്ന് അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു, എടാ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? ഇതിപ്പോൾ എന്താ ഉണ്ടായെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവനിൽ നിന്നും മറുപടിയൊന്നും തന്നെ വന്നില്ല. എടാ സത്യം പറയടാ, നിനക്ക് എന്ത് പറ്റി? നീ ഒന്ന് കണ്ണു തുറക്കാൻ ഞങ്ങൾ എത്ര ദിവസമായി കാത്തിരിക്കുന്നെന്നറിയാമോ? അന്ന് പുളിക്കനെ തീർക്കാൻ വേണ്ടി വന്നത് ആരാടാ? ആ സത്യം പറയാൻ ഞങ്ങൾ കൊതിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ഈ നാവിൻ തുമ്പത്താണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ വേദയും പറയുന്നുണ്ട്, അനയൻകുട്ട സത്യം കോടതിയിൽ പറഞ്ഞാലേ വിക്രമിനി രക്ഷയുള്ളൂ. ഇത് കേട്ടപ്പോൾ അവൻ വല്ലാത്ത വിഷമത്തോടുകൂടി വേദയെ ഒന്ന് നോക്കി. പേടിക്കണ്ടടാ, സത്യം പറ, ആരാ അവനെ കൊന്നത്? നീ പറഞ്ഞാൽ മതിയെന്ന് വേദ ധൈര്യം കൊടുത്തു. പക്ഷേ അനിയൻകുട്ടൻ ആകെ വിറച്ചുകൊണ്ട് പറഞ്ഞു, എന്നോടിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കല്ലേ എന്ന്. അന്നേരം വേദക്ക് ദേഷ്യം വന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? നീ ആരെയാണ് ഈ പേടിക്കുന്നത്? വിക്രം അവനെ ആശ്വസിപ്പിച്ചു. നീ ആരെയും പേടിക്കേണ്ടടാ, ഞാനില്ലേ നിൻ്റെ കൂടെ. നിനക്കൊരു ആപത്തും വരാനൊന്നും പോവില്ല. നിനക്ക് ആപത്ത് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അന്നേരം അനിയൻകുട്ടൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യം ഓർത്തിട്ടുള്ള പേടി നിങ്ങളുടെ കാര്യം ഓർത്തുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ വേദ അന്തം വിട്ടു. ഞങ്ങളുടെ കാര്യമോ? വിക്രം വീണ്ടും ചോദിച്ചു. എടാ സത്യം പറയടാ, ആരാടാ പുളിക്കനെ തീർത്തത്? അവന്മാർ തന്നെയായിരിക്കും ആ വരുണിനെ കൊന്നത്. അതറിഞ്ഞാലല്ലേ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അനിയൻകുട്ടൻ ഒടുവിൽ മനസ്സ് തുറന്നു. ഞാൻ എല്ലാം പറയാം. സത്യം മറച്ചു വെച്ചിട്ട് ഇനി കാര്യമില്ല എന്ന് അവനും മനസ്സിലായി. വേദ പറഞ്ഞു, എങ്കിൽ നമുക്ക് ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കണമെന്ന്. പുളിക്കനെ കൊന്നത് ആരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ വരുണിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. അവരെ ചോദ്യം ചെയ്യണമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതേസമയം ജോബിയും കൂട്ടി ശ്രീകാന്ത് നേരെ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് ബാറിലേക്ക് ചെല്ലാണ്. പ്ലാന്റേഷൻ മാനേജർ ജോബിയെ ശ്രീകാന്ത് അച്ഛന് പരിചയപ്പെടുത്തി. ഇവൻ ചില വിവരങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 25 ലക്ഷം രൂപ വേണമെന്നാണ് ഇവൻ്റെ ഡിമാൻഡ്. വേദയും വിക്രവും എവിടെയുണ്ടെന്ന് ഇവൻ കാണിച്ചു തരും. ചന്ദ്രശേഖരന് സംശയമായിരുന്നു. അതിനെന്താ ഉറപ്പ് എന്ന് ചോദിച്ചപ്പോൾ, സർ എന്നെ വിശ്വസിക്കാം. ചതിക്കാനാണെങ്കിൽ ഞാൻ ഇത്ര ദൂരമൊന്നും വരണ്ടായിരുന്നല്ലോ എന്ന് ജോബി ഉറപ്പിച്ചു പറഞ്ഞു. നിനക്ക് വേദയും വിക്രമിനെയും എങ്ങനെ അറിയാമെന്ന ചോദ്യത്തിന്, ഞാൻ അവരെ പരിചയപ്പെട്ടതാണ് സാറേ. പിന്നീടാണ് ഇവർ സാറിൻ്റെ ശത്രുക്കളാണെന്ന് എനിക്ക് മനസ്സിലായത്. വിക്രം എനിക്കിട്ടൊരു പണി തന്നിട്ടുണ്ട്. ശത്രുവിൻ്റെ ശത്രം മിത്രമെന്ന് പറയുന്നത് പോലെ തന്നെ ആ അവസരത്തിനായി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് ജോബി പറഞ്ഞു. ശ്രീകാന്ത് ഉടനെ തന്നെ 25 ലക്ഷം രൂപയുടെ ആ ഒരു ഡീൽ ഉറപ്പിച്ചു. 25 ലക്ഷം രൂപ ഞാൻ തരാം. അവർ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്നാൽ മാത്രം മതി. ജോബി അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ചന്ദ്രശേഖരന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇവൻ ഇനി പണി തരുമോ എന്ന്. പക്ഷേ ജോബി അവരെ വിശ്വസിപ്പിച്ചു. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ഗുണ്ടകളൊക്കെ കൂട്ടി വിക്രമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു. ഇതൊന്നും തന്നെ അറിയാതെ വിക്രമും വേദയും അനിയൻകുട്ടനുമായി സംസാരിക്കുകയായിരുന്നു. ഒടുവിൽ അനിയൻകുട്ടൻ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. പുളിക്കനെ കൊന്നത് ശ്രീകാന്താണ്. വേദയും വിക്രമും ആകെ ഷോക്കായി പോയി. എന്താണ് നീ പറയുന്നത്? നീ പറയുന്നത് സത്യമാണോ? എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് അനിയൻകുട്ടൻ പറഞ്ഞു. അന്ന് വാസവൻ്റെ ആളുകൾ പുറത്തു പോയ നേരം നോക്കിക്കൊണ്ട് പൊതിച്ചോറ് വാങ്ങിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോഴാണ് ശ്രീകാന്ത് പുളിക്കനെ കുത്തുന്നത്. അത് ഞാൻ കണ്ടു എന്ന് അവൻ വിശദീകരിച്ചു. വേദയ്ക്ക് എല്ലാം വ്യക്തമായി. വരുണിനെ കൊന്നതും തൻ്റെ സ്വന്തം ചോര ശ്രീകാന്ത് തന്നെയായിരിക്കും. ദീപ്തിയും വരുണും തമ്മിലുള്ള ആ ഒരു ഇഷ്ടം അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ വിക്രമിനെ ഇതിൽ കൊടുക്കാനും അവന് സാധിക്കുമല്ലോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നാളെ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയണമെന്ന് വേദ ഉറപ്പിച്ചു. അനിയൻകുട്ടനും അത് സമ്മതിച്ചു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ സേതുവിനെ കണ്ടു. വൈകുന്നേരം സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് വിക്രം പറഞ്ഞു. വേദയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ അവർ താമസിക്കുന്ന വീട്ടിലേക്കെത്തി. വേദയ്ക്കിപ്പോഴും ആ ഞെട്ടലങ്ങ് മാറിയിട്ടില്ല. സ്വന്തം സഹോദരൻ ഇത്രയും വലിയൊരു ചതി ചെയ്തല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സങ്കടമുണ്ട്. വിക്രം അവളെ ആശ്വസിപ്പിച്ചു. എല്ലാ കള്ളത്തരങ്ങളും നമുക്ക് പൊളിച്ചെടുക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം സന്തോഷിൻ്റെ ബംഗ്ലാവിൽ വിവാഹ ഫംഗ്ഷൻ നടക്കുകയാണ്. പാട്ടും ഡാൻസും ആഘോഷങ്ങളുമായിട്ട് സേതുവും വിക്രമും വേദയും എല്ലാം കൂടി അങ്ങ് അടിച്ചു പൊളിച്ചു. സന്തോഷും ശ്രീലക്ഷ്മിയും തങ്ങൾ ഒന്നിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്താണ് ജോബിയെയും കൂട്ടിക്കൊണ്ടതിന് ശ്രീകാന്തും ചന്ദ്രശേഖരനും അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രമിനെ അങ്ങ് തീർത്ത് കളയണമെന്ന വാശിയോടു കൂടെ തന്നെ അവർ അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ കണ്ടെന്ന് പരുങ്ങി. ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നാൽ അപകടമാണ്.
അത് കഴിയുന്നതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോവാനായിരുന്നു വേദയുടെയും വിക്രമിൻ്റെയും ലക്ഷ്യം. അനിയൻകുട്ടന് ബോധം വന്നു എന്ന കാര്യം ചന്ദ്രശേഖരനും ശ്രീകാന്തും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ അവർ അവനെയും അങ്ങ് തീർത്തു കളയും. പക്ഷേ ശ്രീകാന്തിന് അതിനു മുൻപേ വേദയും വിക്രമും ഒരു പണി കൊടുത്തിരിക്കും. ആഘോഷങ്ങളുടെ ആവേശത്തിൽ ആരും ശ്രദ്ധിക്കാതെ പുറത്ത് ഇരുട്ടിൽ ശ്രീകാന്തും സംഘവും തക്കം പാർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹ വിരുന്നിൽ എല്ലാവരും ലയിച്ചു ചേർന്നപ്പോൾ വിക്രം പതുക്കെ അനിയൻകുട്ടനെ സേതുവിൻ്റെ കാറിനടുത്തേക്ക് മാറ്റി നിർത്തി. പെട്ടെന്ന് ഇലക്ട്രിക് ലൈറ്റുകൾ ഒന്നടങ്കം അണഞ്ഞു. ആകെ ബഹളമായി. ഇരുട്ടിൻ്റെ മറവിൽ ശ്രീകാന്തും ഗുണ്ടകളും അകത്തേക്ക് ഇരിച്ചു കയറി. പക്ഷേ വിക്രം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. ഒരു ടോർച്ച് വെളിച്ചം നേരെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് അടിച്ചു. ശ്രീകാന്ത് അങ്ങ് ഞെട്ടിപ്പോയി. അവൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ടായിരുന്നു. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ശ്രീകാന്തേ, നീ വരുമെന്ന കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ നിന്നെ പിടിക്കാൻ ഞാൻ മാത്രമല്ല ഇവിടെയുള്ളത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പിൻ്റെ സൈറൻ മുഴങ്ങി. അനിയൻകുട്ടൻ നേരത്തെ തന്നെ പോലീസിന് മൊഴി കൊടുക്കാൻ തയ്യാറായി അവിടെ ഉണ്ടായിരുന്നു. ശ്രീകാന്ത് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും സേതുവും വിക്രമും ചേർന്നുകൊണ്ട് തന്നെ അവനെ തടഞ്ഞു. ചന്ദ്രശേഖരൻ ആകെ തകർന്നു പോയി. തൻ്റെ മകൻ ഒരു കൊലപാതകിയാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയുന്നത് അയാൾക്ക് സഹിക്കാനായില്ല. അനിയൻകുട്ടൻ പോലീസിനോട് ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, സാറേ, പുളിക്കനെ ശ്രീകാന്ത് കുത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇവൻ തന്നെയാണ് വരുണിനെയും ഇല്ലാതാക്കിയത്. തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നതോടുകൂടി തന്നെ ശ്രീകാന്തിനെ പോലീസ് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോയി. വേദ കണ്ണീരോടെ വിക്രമിൻ്റെ തോളിൽ തലചായ്ച്ചു നിന്നു. നീണ്ട നാളത്തെ അലച്ചിലിനും വേദനയ്ക്കും ഒടുവിൽ നീതി നടപ്പിലായ സന്തോഷത്തിലായിരുന്നു അവർ. പിറ്റേന്ന് വെളുപ്പിനെ പുലർക്കാല വെളിച്ചത്തിൽ വിക്രമും വേദയും അനിയൻകുട്ടനെ കൂട്ടി തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. പുതിയൊരു ജീവിതം, പേടിയില്ലാത്തൊരു നാളെ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.